യെസ്, ഗുഡ് ഈവനിങ് ഡിയർ സ്റ്റുഡൻസ്. നമ്മുടെ KCB സബ് എഞ്ചിനീയറിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ക്ലാസ്സിലെ മൊഡ്യൂൾ 3 പാർട്ട് 5 ആണ് ഇന്നത്തെ ക്ലാസ് കേട്ടോ. അപ്പോൾ നമ്മളെ സിലബസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനാണ്. സിംഗിൾ ഫേസ് ആൻഡ് 3 ഫേസ് പവർ മെഷർമെന്റ്. പവർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്, അതിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെയാണ്. ബേസിക്കലി എന്താണ് പവർ എന്നും എന്താണ് വർക്ക് ഡൺ എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറിയൊരു പ്രിവ്യൂ നോക്കിയതാണ്. എന്താണ് എനർജി, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രിവ്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്താണ് പവർ, എന്തുകൊണ്ടാണ് വർക്ക് ഡൺ ബൈ ടൈം എന്ന് പറയുന്ന ഇക്വേഷൻ പവറിന് വന്നത്, അതേപോലെ പവർ ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എനർജിക്ക് ഈക്വലാന്ന് നമ്മൾ കരുതുന്നത്, ഈ കാര്യങ്ങളൊക്കെ. അപ്പം പവർ അളക്കാൻ വേണ്ടി നമ്മൾ കൺവെൻഷനലി ഉപയോഗിക്കുന്ന മീറ്ററിനെയാണ് നമ്മൾ വാട്ട് മീറ്റർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ബോത്ത് AC ആൻഡ് DC പവർ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ടൈപ്പിനെയാണ് നമ്മൾ ഇലക്ട്രോ ഡൈനാമോമീറ്റർ ടൈപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ടൈപ്പാണ് ജനറലി മിക്ക PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും വരാറുള്ളത്. ഇതിനെപ്പറ്റിയാണുള്ളതാണ് വരാറുള്ളത്. അപ്പം AC DC സർക്യൂട്ടുകളുടെ പവർ റേറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ ഇതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്താണ് RMS വാല്യൂ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ക്ലാസ്സിൽ? ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പറയാമോ? ഷാന, അനുപ്രിയ, നൂറ, RMS വാല്യൂ എന്താണെന്നുള്ളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് നമ്മൾ AC പവർ DC പവറിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നത്, ആ കാര്യങ്ങളൊക്കെ. ബേസിക്കലി എന്താണ് AC DC എന്ന് പഠിക്കാൻ വേണ്ടി നമുക്കതിന് പവറിനെ ബേസ് ചെയ്താണ് നമുക്ക് പഠിക്കേണ്ടത്. ഫോർ ദാറ്റ് നമുക്കൊരു ഒരേ സൈസുള്ള 2 റൂമുകൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, 2 മുറികളെ. ഇപ്പോൾ ഈ 2 ബ്ലോക്കുകളാണ് മുറികൾ, ഒരേ സൈസാണ്. ഞാൻ വരച്ചിരിക്കുന്ന ഒരേ സൈസല്ല, എന്നാലും തിങ്ക് അബൌട്ട് സിറ്റുവേഷൻ, ഇറ്റ്സ് സെയിം സൈസ്. 2 റൂമിലും നമ്മളൊരു ലാമ്പ് വയ്ക്കുകയാണ്. അപ്പോൾ ഈ ലാമ്പിൻ്റെ ഉള്ളിൽ ബേസിക്കലി ഒരു ഫിലമെൻ്റ് ഉണ്ടാവുക അല്ലേ, ഇതേപോലെ. ഈ ഫിലമെൻറ്റിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിലമെൻ്റ് എന്ത് ജനറേറ്റ് ചെയ്യും? ഹീറ്റ് ജനറേറ്റ് ചെയ്യും, ബിക്കോസ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. ഹീറ്റ് എന്നുള്ളതിൻ്റെ മറ്റൊരു ഫോമാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ചൂട് ഒരു പരിധിയിൽ കൂടുമ്പോൾ അതിൽ നിന്ന് കൂടുതൽ ഇൻഫ്രാറെഡ് രശ്മികൾ പുറത്തു വരികയും നമുക്കത് ഒരു വിസിബിൾ സ്പെക്ട്രത്തിൽ ഒരു എലമെൻ്റായി കാണാൻ പറ്റുകയും ചെയ്യുന്നു. അതാണല്ലോ. അപ്പം പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഈ പോകുന്ന ഈ കറണ്ട് AC ആണെങ്കിലും DC ആണെങ്കിലും ഈ ലാമ്പ് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് കേൾക്കുമ്പം ഒരു എന്താ പറയുക, അത് അങ്ങനെ ആയിരിക്കുമോ എന്ന് സംശയം തോന്നുമെങ്കിലും അബ്സല്യൂട്ട്ലി അങ്ങനെയാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻകാൻസൻ ലാമ്പ് നമ്മൾ DC കൊടുത്താലും അത് കത്തും. അപ്പോൾ അങ്ങനെ ഉള്ള 2 ഇൻകാൻസൻ ലാമ്പുകളാണ് നമ്മൾ റൂം നമ്പർ 1ലും റൂം നമ്പർ 2ലും നമ്മൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ബേസിക്കലി ആദ്യത്തെ ബൾബിലേക്ക് ഞാൻ കൊടുക്കുന്നത് 100 വോൾട്ട് AC ആണ്. രണ്ടാമത്തേൽ ഞാൻ കൊടുക്കുന്നത് 100 വോൾട്ട് DC ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചോദ്യം വരികയാണ്, ഈ റൂമിൻ്റെ ഇല്ലൂമിനൻസ് എത്ര ഉണ്ടാവും, അതായത് റൂം എത്രമാത്രം ലൈറ്റപ്പ് ആവും എന്നുള്ളതിനെ ബേസ് ചെയ്ത് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ കിട്ടുകയെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൂം നമ്പർ 1ഉം 2ഉം സെയിം ഒരേ പ്രകാശമായിരിക്കും. ഓപ്ഷൻ 2 റൂം നമ്പർ 1 ബ്രൈറ്റ് ആയിരിക്കും. ഓപ്ഷൻ 3 റൂം നമ്പർ 2 ബ്രൈറ്റ് ആയിരിക്കും കമ്പയർ ചെയ്ത്. അപ്പോൾ ഏതായിരിക്കും ഇതിനകത്ത് കറക്റ്റ് ആൻസർ? ഏത് മുറിയിലായിരിക്കും കൂടുതൽ പ്രകാശം ഉണ്ടാവുക? അത് കൂടുതൽ ലൈറ്റ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത് AC-ക്കാണോ DC-ക്കാണോ? ഒരേ വോൾട്ടേജിൽ ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉത്തരവുണ്ടോ? സംഭവം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ AC DC എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കണം. അപ്പം ഞാൻ 2 വേവ് ഫോംസ് ഇവിടെ വരയ്ക്കാം. നമ്മൾ വേവ് ഫോമിൻ്റെ ബേസിലാണല്ലോ കാര്യങ്ങൾ പഠിക്കുന്നത്. സോ അത് ഇപ്പോൾ ഈ വരയ്ക്കുന്നതാണ് ഒരു AC അല്ലേ, ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ വേവ് ഫോം എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ദിസ്. ഇതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന വോൾട്ടേജ് വേഴ്സസ് ടൈമാണ്. യെസ്, അപ്പോൾ ഇതിൽ 100 വോൾട്ട് എന്ന് പറയുന്നത് ഈ പീക്ക് വാല്യൂ ആണ്, നിങ്ങൾക്കറിയാം. ഈ പീക്ക് വാല്യൂ ആണ് 100 വോൾട്ട്. ഓക്കെ,
പിന്നെ സമയം 1, 2, 3 എന്ന് പറഞ്ഞ് നമ്മൾ എക്സ് ആക്സിസ് ഇങ്ങനെ എഴുതി പോവാം. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഈ 100 വോൾട്ട് വരുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ്, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ വേവ് ഫോം നോക്കുകയാണെങ്കിൽ അതിൽ 100 വോൾട്ട് വരുന്നത് ഈ ഒരു സമയത്ത് മാത്രമാണ്. രണ്ടാമത്തെ ഹാഫ് സൈക്കിളിൽ ഈ ഒരു സമയത്ത് മാത്രമാണ് 100 വോൾട്ട് വരുന്നത്. കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നും ഇപ്പം മാറ്റർ അല്ല. അപ്പോൾ ബാക്കിയുള്ള സമയത്തൊക്കെ 100ലും കുറഞ്ഞ വോൾട്ടാണ്. ഫോർ എക്സാമ്പിൾ ഈ സമയത്ത് 0 വോൾട്ടാണ്, ഇവിടെ ചിലപ്പോൾ ഒരു 50 വോൾട്ട് വരും, ഇവിടെ 50 വോൾട്ട് വരും, ഇവിടെ വീണ്ടും 0 വോൾട്ട് വരും. അപ്പോൾ ഈ വോൾട്ടേജിനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ, സമയത്തിനനുസരിച്ച് നിരീക്ഷിക്കുകയാണെങ്കിൽ, ആദ്യം 0 വന്നു, പിന്നെ 25 വന്നു, പിന്നെ 75 വന്നു, പിന്നെ 100 വന്നു. ഈ 100 പിന്നെ എന്തിലേക്ക് കുറഞ്ഞു? 75ലേക്ക് കുറഞ്ഞു, 25ലേക്ക് കുറഞ്ഞു, 0 ആയി. ഇത് ഓരോ സെക്കൻഡ് മുമ്പോട്ട് പോകുമ്പോഴും ഫസ്റ്റ് സെക്കൻഡ്, സെക്കൻഡ്, തേർഡ് സെക്കൻഡ്, ഫോർത്ത് സെക്കൻഡ്, ഫിഫ്ത്ത് സെക്കൻഡ്, സിക്സ്ത് സെക്കൻഡ്, സെവൻത്ത് സെക്കൻഡ്, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? സമയത്തിനനുസരിച്ച് അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ നമുക്കിങ്ങനെ എഴുതി വയ്ക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെരി സിമ്പിൾ. നാലാമത്തെ സെക്കൻഡിൽ മാത്രമാണ് ഫസ്റ്റ് ഹാഫ് സൈക്കിളിൽ 100 വോൾട്ട് ഈ ബൾബിലേക്ക് പോകുന്നത്. അപ്പോൾ എത്രമാത്രം വോൾട്ടേജ് പോകുന്നു ആ സമയത്ത് മാത്രമാണ് അത് മാക്സിമം ബ്രൈറ്റ്നെസ്സിൽ കത്തുന്നത്. അപ്പോൾ ഈ ബൾബ് ഡിസൈൻ ചെയ്ത മാക്സിമം ബ്രൈറ്റ്നെസ് എന്ന് പറയുന്നത് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ഫോർത്ത് സെക്കൻഡിൽ മാത്രമേ ഉള്ളൂ. തേർഡ് സെക്കൻഡിലും സെക്കൻഡ്, ഫസ്റ്റ്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത് സെക്കൻഡിലൊക്കെ 100-നേക്കാളും കുറഞ്ഞ പ്രകാശമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു യൂണിറ്റ് ടൈം, ഒരു സെക്കൻഡ് സമയത്തിനുള്ളിൽ നടക്കുന്നതാണ് ഇത് എന്ന് വിചാരിച്ചോളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ മാക്സിമം വോൾട്ടേജ് ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ അതിനേക്കാളും കുറഞ്ഞ വോൾട്ടേജ് ആണ് വരുന്നത്, കൂടിയ വോൾട്ടേജും വരുന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബൾബിൻ്റെ ബ്രൈറ്റ്നെസ് ശരിക്കും നമുക്ക് എഫിഷ്യൻ്റ്ലി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. അത് പറയാനുള്ള കാരണം എന്താണെന്നുള്ളത് ഡി സിയിലെ കാര്യം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഡി സിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഡി സിയിൽ 100 വോൾട്ട് ഇതാണ്. ഇപ്പോൾ ഡി സിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സെക്കൻഡ് മുമ്പോട്ട് പോകുന്തോറും ഈ 100 വോൾട്ട് കോൺസ്റ്റൻ്റാണ്. അതായത് ഫസ്റ്റ് സെക്കൻഡിലും 100 ഉണ്ട്, സെക്കൻഡിലും 100 ഉണ്ട്, തേർഡിലും 100 ഉണ്ട്, ആൻഡ് ഇറ്റ്സ് 100 ഓൾവേസ്. എപ്പോൾ നോക്കിയാലും 100 ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് ബൾബായിരിക്കും ഒരു പ്രത്യേക സമയം നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് കത്തുക, അല്ലെങ്കിൽ വിച്ച് റൂം വിൽ ബി ബ്രൈറ്റർ? ഡി സി ആയിരിക്കും. ഷുവർ, റൈറ്റ് ആൻസർ. 100 വോൾട്ട് ഡി സി ആണ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ടാണ് ഡി സി കൂടുതൽ പവർഫുൾ ആണെന്ന് പറയുന്നത്. ഷിപ്പിലും എയർക്രാഫ്റ്റിലും ഒക്കെ 24 വോൾട്ട് ഡി സി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്. കാരണം എ സി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ എ സി നമ്മൾ അതിൽ പമ്പ് ചെയ്യണം. ഉദാഹരണം, ഇപ്പോൾ ഈ 100 വോൾട്ട് ഡി സി ഉണ്ടാക്കുന്ന ഒരു ലൈറ്റ് എന്ന് പറയുന്നത് മേ ബി 500 ലൂമൻ ആണെന്ന് വിചാരിച്ചോ. ഇത്രയും ലൈറ്റ് ആണ് അത് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് എത്രയേ കിട്ടുള്ളൂ? ഒരു 470 ലൂമനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ 500 ലൂമൻ എന്ന് പറയുന്ന ആ ഒരു ബ്രൈറ്റ്നെസ് നമുക്ക് റൂം 2-ൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര വോൾട്ട് എ സി കൊടുക്കണം? ഓപ്ഷൻസ് തരാം, ഇത്രയും പറഞ്ഞാൽ മതി. 100-ൽ താഴെ, 100-ൽ കൂടുതൽ. 100-ൽ താഴെ ആയിരിക്കും, 100-ൽ കൂടുതലായിരിക്കും. 100 താഴെ. എന്തുകൊണ്ട് 100-ൽ താഴെ? 100 വോൾട്ട് ഡി സി കൊടുക്കുമ്പോൾ 500 ലൂമൻ ആണ്. 100 വോൾട്ട് എ സി കൊടുക്കുമ്പോൾ 470 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ 470-നെ 500-ലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ 100 വോൾട്ട് കൂട്ടണോ കുറയ്ക്കണോ? കൂട്ടിക്കൊടുക്കണം. യെസ്, കൂട്ടിക്കൊടുക്കണം. എത്ര കൂട്ടിക്കൊടുക്കണം? ഇത്രയും കൂട്ടിക്കൊടുക്കണം. ഓക്കെ, ഇത്രയും കൂട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് കണക്ക് ചെയ്തിട്ട് ആരെങ്കിലും ഇതിൻ്റെ ഒരു ആൻസർ പറയാമോ? കയ്യിൽ കാൽക്കുലേറ്റർ എന്തെങ്കിലും ഉണ്ടോ? എത്ര കിട്ടും? √2 എന്ന് പറഞ്ഞാൽ എത്രയാ? 200 വരില്ല. 100 × 1.41 അല്ലേ? അപ്പം നമുക്ക് 141.4 വോൾട്ട് വരും അല്ലേ? 141.4. യെസ്, 141.4. ഈ 141
6.4നെയാണ് നമ്മൾ ബേസിക്കലി എന്തെന്ന് പറയുന്നത്, ഇതിൻ്റെ RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് RMSൽ പവർ പറയുന്നത്, റേറ്റിങ്സ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇതാണ്. എല്ലാ ഡിവൈസസും നമ്മൾ ആക്ച്വലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് DC-യിലാണ്. അപ്പോൾ DC-യിലെ പെർഫോമൻസിലേക്ക് എത്താൻ എത്ര AC വേണം എന്നാണ് നമ്മൾ ആക്ച്വലി പറയേണ്ടത്. അങ്ങനെ പറയാൻ പാടുള്ളൂ. അപ്പോൾ KCB നിങ്ങളുടെ വീട്ടിലേക്കൊക്കെ എത്ര വോൾട്ടാണ് എത്തിച്ചേരുന്നത്? എത്ര വോൾട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കിട്ടുന്നത്? 230 വോൾട്ട്. 230 വോൾട്ട്. ശരിക്കും അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയണം അതിനെ? 230 വോൾട്ട് RMS എന്നേ പറയാൻ പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ എത്ര വരും ശരിക്കും? 230 ഇൻറ്റു √2 വരും. ഇത്രയും കിട്ടുന്നുണ്ട് നമുക്ക്. പക്ഷെ നമ്മൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ 230 വോൾട്ട് DC കൊടുത്താൽ എന്ത് പെർഫോമൻസ് ആണോ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക. നമ്മളെ വീട്ടിലുള്ളൊരു ഉപകരണം, ഫോർ എക്സാമ്പിൾ ഒരു അയൺ ബോക്സ്, 230 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം ഹീറ്റാണോ നിങ്ങൾക്ക്, 230 വോൾട്ട് DC കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഹീറ്റാണോ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടുക, അത്രയ്ക്കും കറക്റ്റ് മഷൂർ, അത്രയ്ക്കും പെർഫോമൻസ് കിട്ടാൻ ഞങ്ങൾ നിങ്ങൾക്ക് ഇത്രയും കറണ്ട് തരുന്നു എന്നുള്ളതാണ് ഈ 230 വോൾട്ട് RMS എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ 230 വോൾട്ട് RMS ഈസ് എ റൈറ്റ് ആൻസർ, നോട്ട് 230 വോൾട്ട്. RMSൽ പറയാനുള്ള കാരണം DC റേറ്റിങ്ങിനെ ബേസ് ചെയ്താണ് നമ്മൾ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്ര ഡീപ്പായിട്ട് ഒന്നും മനസ്സിലാക്കണ്ട, ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി എങ്ങനെയാണെന്നുള്ളത്, എന്തുകൊണ്ടാണ് AC അത്ര പവർഫുൾ അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ 100 വോൾട്ട് DC ആണോ 100 വോൾട്ട് AC ആണോ കൂടുതൽ നമ്മളെ ഹാം ചെയ്യുക, ഷോക്ക് അടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ലോവർ ഗ്രേഡ് എക്സാമിനൊക്കെ പണ്ട് ചോദിക്കായിരുന്നു. അപ്പോൾ DC ആണ് കൂടുതൽ എന്ത് ഹാംഫുൾ, DC ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഷോക്ക് അടിക്കാനൊക്കെ ചാൻസ്. AC അല്ല. നമ്മൾ 100 വോൾട്ട് DCയും 200 വോൾട്ട് DCയും ഒന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എവിടെ ഉപയോഗിക്കുന്നില്ല. അതാണ് സത്യം. ഉപയോഗിച്ചിരുന്നെങ്കിൽ നമ്മളെ വീട്ടിലിപ്പോൾ 100 വോൾട്ട് DCയും 100 വോൾട്ട് 230 വോൾട്ട് DCയും 230 വോൾട്ട് ACയും നമ്മൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നിങ്ങൾ 230 വോൾട്ട് AC കൈകാര്യം ചെയ്യുന്ന ഉപകരണങ്ങൾ കുറച്ചുകൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്തേനെ. കാരണം അതിൽ നിന്ന് കിട്ടുന്ന ഷോക്ക് കുറച്ചുകൂടി ശക്തി കൂടിയതായിരിക്കും. ഓക്കെ, അപ്പോൾ അതങ്ങനെയൊന്നും ചോദിക്കില്ലായിരിക്കും, എന്നാലും പണ്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു RMSൻ്റെ കാര്യം ക്ലിയർ ആയോ? എന്താണ് ഈ RMS എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? ഷാന മനസ്സിലായോ? ഓക്കെയാണ് സർ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ കൊണ്ട് നിർത്തരുത്. നിങ്ങളുടെ പണി എന്താന്ന് പറഞ്ഞാൽ, ഇനി എന്തുകൊണ്ടാണ് ഇതിനെ റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അത് നിങ്ങൾക്ക് വിട്ടു കേട്ടോ. എന്തുകൊണ്ടാണ് ഇതിന്, സംഗതി ഇതൊക്കെ തന്നെയാണ്, പക്ഷേ എന്തുകൊണ്ടാണ് ഇതിന് റൂട്ട് മീൻ സ്ക്വയർ, ഇതിന് ഈ റൂട്ട് മീൻ ഒക്കെ ആയിട്ട് എന്താണ് ബന്ധം, അപ്പോൾ ഈ √2 എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണ്. വാട്ട് മീറ്ററിൻ്റെ കൺസ്ട്രക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ബേസിക്കലി 2 കാര്യങ്ങൾ നമുക്ക് നല്ല ക്ലിയർ ആയിരിക്കണം. ആ 2 വാക്കുകളാണ് വോൾട്ടേജ് ലീഡ്, വോൾട്ടേജ് ലാഗ്. ഈ വാക്കുകൾ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വോൾട്ടേജ് ലീഡ് ലാഗ് എന്നുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് ഇനി അങ്ങോട്ട് മുഴുവൻ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വിധത്തിലുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഈ ഒരു വേർഡാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് എന്താണെന്ന്, പ്രാക്ടിക്കലി എന്താണെന്ന് ഇപ്പം നമ്മൾ ഈ ബൾബിൻ്റെ കാര്യം പറഞ്ഞ പോലെ കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾക്ക് വായിച്ച് പഠിക്കേണ്ട ഒരു കാര്യമല്ല, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരാൾ പറഞ്ഞു തരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഈ ഒരു പോയിന്റും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വാട്ട് മീറ്ററിലേക്ക് കയറാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൂടുതലും മാക്സിമം ഏറ്റവും പറ്റുന്ന അത്ര ബേസിക്സ് പഠിച്ചു പോവുക. ഇതൊക്കെ വളരെ ബേസിക്സ് ആണ്. ഈ ബേസിക്സ് അറിഞ്ഞിരുന്നാൽ നിങ്ങളുടെ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരും. ഓക്കെ, നമുക്കറിയാത്ത ആൻസറുകൾ വരെ നമ്മൾ ശരിയാക്കാൻ തുടങ്ങും. നമുക്ക് ബേസിക്സ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഇഷ്യൂസൊക്കെ വരുന്നത്. അപ്പോൾ അത് 6ാം ക്ലാസ് മുതൽ ഒരു 12ാം ക്ലാസ് വരെയുള്ള നമ്മൾ എഡ്യൂക്കേഷനാണ് അതിൻ്റെയൊക്കെ കാരണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഇപ്പം അവഗാഡ്രോസ് ലോ ഓക്കെ എന്താണ് പഠിച്ചു, പക്ഷേ എന്താണെന്ന് അറിയില്ല. അതുപോലെ സ്പിൻ ക്വാണ്ടം നമ്പർ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്താണെന്ന് ബേസിക്കലി അറിയില്ല. അപ്പോൾ ആ ബേസിക്സ് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമുക്ക് ടെക്നിക്കലി ഇത് പഠിക്കാൻ, എൻജിനീയറിങ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പം
വോൾട്ടേജ് ലീഡ് ലാഗ് വെരി ബേസിക് ആണ്. നമ്മളത് എന്താന്ന് ഒന്ന് ക്രാക്ക് ചെയ്യാൻ പോവാണ്. യെസ്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻഡക്ടറിനെ ഒരു എക്സാമ്പിൾ ആക്കി എടുക്കാം. ഒരു ഇൻഡക്ടർ. ഓക്കെ. അപ്പോൾ ഇൻഡക്ടർ ഇല്ലാത്ത നമ്മൾ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻഡക്ടറിൽ വോൾട്ടേജ് എന്താകും? ലീഡ് ആകുമോ ലാഗ് ആകുമോ? ലാഗ്. വോൾട്ടേജ് ലാഗ് ചെയ്യില്ല. വോൾട്ടേജ് അല്ല, ഇൻഡക്ടറിൽ കറണ്ട് ലാഗ്. കറണ്ട് ലാഗ് ചെയ്യും. വോൾട്ടേജ് ലീഡ് ചെയ്യും, അതേപോലെ കറണ്ട് ലാഗ് ചെയ്യും. ശരിക്കും കറണ്ട് ലാഗ് ലീഡ് എന്നൊന്നും എവിടെ എഴുതാൻ പാടില്ല സത്യം പറഞ്ഞാൽ. വോൾട്ടേജിനെ ബേസ് ചെയ്ത് മാത്രമേ കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. പക്ഷേ അല്പം നിലവാരം കുറവുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വോൾട്ടേജ് അല്ല കറണ്ട് ലാഗ് ലീഡ് എന്നൊക്കെ പറയുന്നുണ്ടാവും. കറണ്ടിന് ആക്ച്വലി ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അതൊരു ഡിഫൈൻ ചെയ്ത രീതിയിലേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതെന്താ നമുക്ക് നോക്കാം. ഇത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞോ, ആരാണ് മൈക്ക് അൺമ്യൂട്ട് ചെയ്തത്? അപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ഒരു വാട്ടർ വീലാണ്. വാട്ടർ വീല് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അതിൻ്റെ മലയാളം എന്താ? ജലചക്രം അല്ലേ? വാട്ടർ വീൽ എന്താന്ന് അറിയുന്ന ആൾക്കാരൊന്ന് പറഞ്ഞേ. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ കാണുന്ന സാധനം അത്. പണ്ടൊക്കെ നമ്മൾ വയലുകളിലൊക്കെ പാടത്തൊക്കെ കാണുന്നതാണോ സർ? പാടത്തൊക്കെ കാണുന്നതാണ്. അതായത് പൊതുവേ നമ്മളിപ്പോൾ പാടങ്ങളിൽ ഇങ്ങനെ കൃഷി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളം അങ്ങനെ ഒഴുകി വരികയായിരിക്കും. അപ്പോൾ പാടങ്ങൾ നമ്മൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതായത് ഒരു ഏറ്റവും ഫസ്റ്റ് പാടം എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലായിരിക്കും. അതിനേക്കാൾ ഒരു 4-5 സെൻറ്റിമീറ്റർ താഴെയായിരിക്കും അടുത്ത പാടം. വീണ്ടും അങ്ങനെ നമ്മൾ നോക്കുമ്പം ഓരോ 5 സെൻറ്റിമീറ്റർ താഴ്ച ഓരോ പാടത്തിനുണ്ടാവും. നമ്മൾ കാണുമ്പോൾ അത് എല്ലാം ഒരേ ലെവലിലാണ് നമുക്ക് തോന്നുമെങ്കിലും അത് പെർഫെക്റ്റ്ലി എഞ്ചിനീയർഡ് ആണ്. ഓക്കെ. എല്ലാ പാടവും ഒരേ ലെവലിലല്ല. അപ്പോൾ ആദ്യത്തെ പാടത്തിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കെട്ടി നിർത്തി അത് കഴിഞ്ഞ് അടുത്ത പാടത്തിലേക്ക് തുറന്നു വിടും. അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷേ എല്ലാ പാടവും ഒരേ ലെവലിലാണെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടനാടൊക്കെ പോലത്തെ സ്ഥലമാണെങ്കിൽ അവിടെ ഫുള്ളി ഫ്ലാറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ സാധനം ഉപയോഗിക്കും, ഈ ജലചക്രം. അപ്പോൾ ഇതിൻ്റെ ജോലി വേറൊന്നുമല്ല, വെരി സിമ്പിൾ. ഇതിലിങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ടാവും അല്ലേ? വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ടാവും. അപ്പോൾ ഇതിലിങ്ങനെ വെള്ളം ഒഴുകി പോകുന്ന സമയത്ത് നമുക്കിത് എന്ത് ചെയ്യാം? നമുക്കിത് ചവിട്ടി എന്ത് ചെയ്യാം? ഇവിടുത്തെ വെള്ളം ഇങ്ങനെ അപ്പുറത്തെ അടുത്ത നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പം ഇപ്പം ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന എക്സാമ്പിളിൽ ഇവിടെ ഈ ചക്രം ചവിട്ടാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ. ചക്രം ചവിട്ടാൻ ആരുമില്ല. അപ്പം ഇപ്പം നമുക്ക് കുറച്ച് നമ്പേഴ്സ് പറയാം. മേ ബി ഇവിടെ ഒരു 30 ലിറ്റർ പെർ ഹവർ 30 LPH വെള്ളം ഒഴുകി വരികയാണ്. ഓക്കെ. 30 LPH ഇവിടെ വെള്ളം ഒഴുകി വരുന്ന സമയത്ത് ഇതൊരു 5 റൊട്ടേഷൻ പെർ മിനിറ്റ് ഈ ചക്രം കറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചക്രം കറങ്ങുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തുകൊണ്ടായിരിക്കും ലിഖിത? വെള്ളം വന്ന് അതില് അതിന്റെ ആ ബ്ലേഡിൽ വന്ന് പുഷ് ചെയ്യും ബ്ലേഡിൽ അല്ലേ? വന്ന് ഇതന്നെ. യെസ്. അപ്പോൾ വെള്ളം അത് കറങ്ങും. അപ്പോൾ ഇത് നാച്ചുറലി ബാലൻസ് ആയിട്ടുള്ള പ്രോസസ്സ്. അതായത് 30 LPH എന്ന് പറയുന്ന ഫോഴ്സിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ 5 റൊട്ടേഷൻ പെർ മിനിറ്റിൽ ഈ ചക്രം കറങ്ങും. ഇതിങ്ങനെ സ്റ്റേബിളായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. യെസ്. ഇനി ഈ ഇൻലെറ്റിലുള്ള വാട്ടറിൻ്റെ ഫ്ലോ പെട്ടെന്ന് 60 LPH പെട്ടെന്ന് മാറുകയാണ്. ഒരു സെക്കൻഡിൽ അതിന് മാറ്റം വരികയാണ്. ഓക്കെ. നിങ്ങൾ കുറേ വെള്ളം ഇവിടെ പെട്ടെന്ന് കൊണ്ടേ ഒഴിച്ചു അല്ല ഡെപ്പോസിറ്റ് ചെയ്തു വിചാരിച്ചോ. 30 LPH നിന്ന് 60 LPH പെട്ടെന്ന് ഇൻലെറ്റിലെ ഫ്ലോ മാറുകയാണ്. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് സ്റ്റേബിളായിട്ട് ഓടുന്ന സമയമാണെങ്കിൽ, സ്റ്റേബിളായിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് ഇൻലെറ്റിൽ ആദ്യം 30 ആയിരുന്നെങ്കിൽ ഔട്ട്ലെറ്റിലും എത്ര തന്നെയായിരിക്കും? 30 തന്നെയായിരിക്കും അല്ലേ? ഇൻലെറ്റിൽ 30 ആണെങ്കിൽ ഔട്ട്ലെറ്റിലും എത്രയായിരിക്കും? 30 LPH തന്നെ ആയിരിക്കും. കാരണം വരുന്ന വെള്ളം അങ്ങനെ തന്നെ പുറത്തേക്ക് ഈ ചക്രം കറക്കിക്കൊണ്ട് ഒഴുകി പോകും. ചക്രം കറങ്ങുന്നില്ലെങ്കിൽ ഇൻലെറ്റിൽ 30 ആണെങ്കിൽ ഔട്ട്ലെറ്റിൽ 30 ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻലെറ്റിൽ ഇപ്പം 30 നിന്ന് 60 ഒരു സഡൻ ഇൻക്രിമെൻറ്റ് വന്നിരിക്കുകയാണ്. ഈ ഇൻക്രിമെൻറ്റ് നടന്നിരിക്കുന്നത് 1 മൈക്രോ സെക്കൻഡിലാണെന്ന് വിചാരിച്ചോ. സോ എത്ര സഡൻ ആണ് നോക്കൂ.
വളരെ ഫോഴ്സ് ഉള്ള ഒരു പമ്പ് ഉപയോഗിച്ച് അവിടെ കുറച്ച് വെള്ളം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് അവിടുത്തെ ഒഴുക്ക് പെട്ടെന്ന് കൂടുകയാണെങ്കിൽ ഇവിടെ ഔട്ട്ലെറ്റിൽ 30 LPHൽ നിന്നും 60 LPHയിലേക്കുള്ള മാറ്റം വളരെ സഡൻ ആയിട്ടുണ്ടാവില്ല. ആൻഡ് ഇറ്റ് ടേക്സ് 2 seconds. എന്തുകൊണ്ടാണ് 2 സെക്കൻഡ് ഡിലേ അവിടെ വരുന്നത്? എന്തുകൊണ്ടായിരിക്കും? നമുക്ക് ഇൻലെറ്റിൽ 60 LPH വന്നു കഴിഞ്ഞാൽ ആ 60 LPHനെ മുഴുവനായിട്ടും ഔട്ട്ലെറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ഈ 5 റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്നത് എത്ര റൊട്ടേഷൻ പെർ മിനിറ്റിലേക്ക് എത്തണം? 10 റൊട്ടേഷൻ പെർ മിനിറ്റിലേക്ക് എത്തണം അല്ലേ? അത് വളരെ പെട്ടെന്ന് നടക്കുമോ? നടക്കില്ലല്ലോ. 5 റൊട്ടേഷൻ കൂടി 6 ആയി, പിന്നെ അത് 7 ആയി, 8 ആയി, 9 ആയി, അങ്ങനെ 2 സെക്കൻഡ് സമയം കൊണ്ട് ഈ വീല് 5 റൊട്ടേഷൻ പെർ മിനിറ്റിൽ നിന്ന് 10 റൊട്ടേഷൻ പെർ മിനിറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എത്തുള്ളൂ. ആ 10 റൊട്ടേഷൻ പെർ മിനിറ്റ് എത്തിക്കഴിഞ്ഞാൽ 60 LPH ഇൻപുട്ടിൽ, 60 LPH ഔട്ട്പുട്ടിൽ, അങ്ങനെ ഈസി ആയിട്ട് ആ ഒരു സിസ്റ്റം അങ്ങനെ എന്തായി പോകും? മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഇതേപോലെ 60 LPH എന്ന് പറയുന്നത് 120 LPHയിലേക്ക് വീണ്ടും ഡബിൾ ആവുകയാണെങ്കിലോ? എഗെയിൻ ഇൻലെറ്റിൽ അത് വളരെ സഡൻ ആയിട്ട് കൂടുമെങ്കിലും ഔട്ട്ലെറ്റിൽ ഇറ്റ് ടേക്ക് സം ടൈം ടു സ്റ്റെബിലൈസ്. കാരണം ആ വീലിനെ തിരിച്ചുകൊണ്ട് വേണം ഈ ഇൻലെറ്റിൽ വന്ന എക്സ്ട്രാ വാട്ടറിന് അത് താണ്ടി പോകാൻ. ആ വീലിന് തിരിയാൻ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, പക്ഷെ ഗ്രാജുവലി നമുക്ക് എന്ത് ചെയ്യാം? ഈ വീലിൻ്റെ സ്പീഡ് അറ്റൈൻ ചെയ്യിപ്പിക്കാം. അപ്പോൾ ഈ 2 സെക്കൻഡ് ഡിലേൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായോ? മനസ്സിലായല്ലോ. യെസ്. ഇനി ഇവിടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സിലെ വോൾട്ടേജ് ആയിട്ടാണോ കറണ്ട് ആയിട്ടാണോ നമ്മൾ സാധാരണ പറയാറ്? വാട്ടറിൻ്റെ ഫ്ലോ കറണ്ട് ആണല്ലോ. യെസ്. അപ്പോൾ 30 LPHൽ നിന്നും 60 LPHയിലേക്ക് വാട്ടർ മാറിയതിനെ നമുക്ക് ചേഞ്ച് ഇൻ കറണ്ട് എന്ന് വിളിക്കാം. ചേഞ്ച് ഇൻ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ചേഞ്ച് എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? 60 - 30, ബേസിക്കലി 30 തന്നെയാണ് ആ ചേഞ്ച് അല്ലേ? അപ്പം ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഈ വീൽ എന്ന് പറയുന്ന സാധനം ആക്ച്വലി ഞാനിങ്ങനെ എഴുതാൻ പോവാണ്, ഇറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ കറണ്ട്. അങ്ങനെ എഴുതുന്നതിൽ തെറ്റുണ്ടോ? ഈ കറണ്ടിലെ മാറ്റത്തിനെ ഈ വീല് റെസിസ്റ്റ് ചെയ്യുന്നില്ലേ? റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ലേ? കാരണം തുടക്കത്തിൽ 30-60 പക്ഷെ ഔട്ട്ലെറ്റിൽ ആ 30 പെട്ടെന്ന് തന്നെ 60 ആവാത്തത് ആര് തടുക്കുന്നത് കൊണ്ടായിരുന്നു? ഈ വീൽ അതിനെ തടുത്ത് വെക്കുന്നതുകൊണ്ടായിരുന്നു. പക്ഷെ പതിയെ പതിയെ ആ വീൽ എന്ത് ചെയ്തു? ആ തടസ്സം കുറഞ്ഞു വന്നു. എന്തായാലും ചേഞ്ച് ഇൻ കറണ്ടിനെ ഈ ഒരു വീല് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? അല്ലെ അങ്ങനെ പറയാൻ പറ്റുമോ? അനുപ്രിയ, മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വീലിനെ നമ്മൾ ഇലക്ട്രിക്കൽ അനലോജിയിൽ എന്തെന്ന് പറയും? ഇൻഡക്ടർ എന്ന് പറയും. ഓക്കെ, സോ ഇൻഡക്ടറിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഇറ്റ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ കറണ്ട്. ഓക്കെ, അപ്പൊ ഇൻഡക്ടറിലൂടെ ഒരു 2 ആംപിയർ കറണ്ട് ആദ്യം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 ആംപിയർ തന്നെ എക്സിറ്റ് ചെയ്തും പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ 2 ആംപിയർ 4 ആംപിയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഔട്ട്ലെറ്റിലേക്ക് അത്ര പെട്ടെന്നൊന്നും ഇൻഡക്ടർ എന്ത് ചെയ്യില്ല, 4 ആംപിയർ ആക്കി കൊടുക്കൂല. അപ്പോഴും 2 ആംപിയർ തന്നെയായിരിക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അത് 3 ആംപിയർ ആവും. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേ ഇത് 4 ആംപിയറിലേക്ക് എത്തുള്ളൂ. ഇറ്റ് ടേക്സ് ലിറ്റിൽ ടൈം ഫോർ ദ കറണ്ട് ടു സെറ്റിൽ അറ്റ് ദ ഔട്ട്പുട്ട്. അത് എന്തുകൊണ്ടാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഒരു മാഗ്നറ്റിക്കൽ ഫീൽഡ് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ഈ മാഗ്നറ്റിക്കൽ ഫീൽഡ് ബിൽഡ് ചെയ്ത് വരുന്നതും എഗെയിൻ ഈ കറണ്ടിൽ ചേഞ്ച് എന്താണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്ത് പഠിക്കുക. അത് എഗെയിൻ വളരെ ഡെപ്തിലേക്ക് പോകും. നമുക്ക് അത്രയും ഡെപ്തിൽ സമയം കളയാനില്ല. ഓക്കെ, അപ്പൊ ഇൻഡക്ടർ ഓൾവേസ് റെസിസ്റ്റ് ചേഞ്ച് ഇൻ കറണ്ട്. കറണ്ടിൽ ചേഞ്ച് വന്നാൽ ഇൻഡക്ടർ റെസിസ്റ്റ് ചെയ്യും. പക്ഷെ എത്ര നേരത്തേക്ക് റെസിസ്റ്റ് ചെയ്യും?
അതേ നേരമൊന്നുമില്ല, കുറച്ച് സമയത്തേക്ക് റെസിസ്റ്റ് ചെയ്ത് പിടിക്കും, അത്രേ ഉള്ളൂ. അപ്പം ഇതാണ് സംഗതി. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ എ സി സർക്യൂട്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എ സിയിലെ കറണ്ടിന്റെ വേവ് ഫോം ദാ ഇങ്ങനെയാണ് നമ്മൾ വരച്ചിട്ടുള്ളത് അല്ലേ. എന്താ ഇങ്ങനെ വരയ്ക്കാനുള്ള കാരണം? എപ്പോഴും ഇത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഇങ്ങനെ ഇത് രണ്ടിൽ നിന്ന് മാറി 4ലേക്ക് ഒരിക്കലും സെറ്റിലായി നിൽക്കുന്നില്ല. 2 കഴിഞ്ഞ് 2:30 3 3:30 4 4:30 5 5:30 6 അത് വീണ്ടും 5:30 4 3:30 2:30 അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഒരു സ്ഥലത്തും ഇത് എവിടെ നിൽക്കുന്നില്ല, ഒരു പ്രത്യേക കറണ്ടിൽ നിൽക്കുന്നില്ല. അതാണ് എ സിന്റെ പ്രത്യേകത, ഓൾവേസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇൻഡക്ടർ എന്ത് ചെയ്യും? ഓൾവേസ് അതിനൊരു റെസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, യെസ്. ഇനി ഈ 2 ആംപിയർ കറണ്ട് ഒരു ഇൻഡക്ടറിലൂടെ കടന്നു പോകണമെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരു വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കണമല്ലോ. വോൾട്ടേജ് കൊടുത്താൽ മാത്രമല്ലേ അതിൽ കറണ്ട് ഒഴുകുള്ളൂ. അപ്പൊ നമ്മളിവിടെ വോൾട്ടേജ് സഡൻ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു, ഓക്കെ. പക്ഷെ കറണ്ടിലെ ചേഞ്ച് കുറച്ച് സ്ലോ ആയിട്ടാണ് വന്നത്, റൈറ്റ്. സോ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ സർക്യൂട്ടിലേക്ക് ഞാനൊരു ബാറ്ററി കണക്ട് ചെയ്തു. ബാറ്ററി അല്ല, ഒരു ബാറ്ററി എന്ന് പറയാൻ പാടില്ല ആക്ച്വലി, ഒരു സിഗ്നൽ കണക്ട് ചെയ്തു. അപ്പോൾ ഈ സിഗ്നൽ എ സി ആണെന്ന് വിചാരിച്ചോളൂ. ഈ സിഗ്നൽ ഞാൻ എന്ത് ചെയ്തു? എക്സിൽ നിന്ന് ഞാൻ വൈയിലേക്ക് മാറ്റി, വോൾട്ടേജ് മാറ്റി. ദിസ് ഇസ് വോൾട്ടേജ്. ഈ മാറ്റം എനിക്ക് വിത്തിൻ മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ വിത്തിൻ നാനോ സെക്കൻഡ് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടുത്തെ കറണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് മാറുന്നത് ചിലപ്പം മില്ലി സെക്കൻഡ് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ വോൾട്ടേജിൽ ഒരു മാറ്റം കൊടുത്ത അപ്പം തന്നെ നമുക്ക് എന്ത് കിട്ടുന്നില്ല? അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു കറണ്ടിലെ മാറ്റം കിട്ടുന്നില്ല. കാര്യം നമ്മൾ എന്തൊക്കെ പഠിച്ചു? വി പ്രൊപ്പോർഷണൽ ടു ഐ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് മാറുകയാണെങ്കിൽ കറണ്ട് അതിനനുസരിച്ച് മാറണം. വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ ആ കൂട്ടിയ അതേ മൊമെന്റിൽ തന്നെ കറണ്ടും കൂടണം. പക്ഷെ അത് റെസിസ്റ്റർ ആണെങ്കിൽ മാത്രമേ നടക്കൂ. ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് കുറച്ച് പുറകിലേ വരൂ, അല്ലേ? കറണ്ട് കുറച്ച് പുറകിലല്ലേ? വോൾട്ടേജ് നാനോ സെക്കൻഡ് കൊണ്ട് മാറിയെങ്കിൽ കറണ്ടിലെ മാറ്റം വന്ന മില്ലി സെക്കൻഡ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുന്നത്. കറണ്ട് അതിന്റെ പുറകിലാണ്, കറണ്ട് ലാഗ് ആവുന്നു എന്ന് പറയുന്നത്. ഇതിന്റെ ലോജിക്ക് ശരിക്കും മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. വളരെ ബേസിക്സ് ആണ്. ദീസ് ആർ ആക്ച്വലി ദ ബേസിക്സ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഇനി അങ്ങോട്ടൊന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ വായിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അനുപ്രിയ മനസ്സിലായോ? മനസ്സിലായി സാർ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഒരു കപ്പാസിറ്റർ ചെയ്യുക? ഇതിനെ നേരെ തിരിച്ചാന്നുള്ളത് നിങ്ങൾക്ക് കോമൺ സെൻസ് വെച്ച് പറയാൻ പറ്റും, അല്ലേ? വോൾട്ടേജ് എന്താ ചെയ്യുക? കപ്പാസിറ്റർ റെസിസ്റ്റ് ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ്, അല്ലേ? ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണ്. അപ്പൊ അവിടെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എന്താവും? ലാഗ് ആവും. വോൾട്ടേജ് ലാഗ് ആവും. കറണ്ട് ലീഡ് ആവും എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി ഒന്ന് പുറകിലാണെങ്കിൽ മറ്റേത് മുമ്പിലായിരിക്കുമല്ലോ. യെസ്. അപ്പൊ ഇതിന്റെ കാരണം എന്താ? ഇതിന്റെ കാരണം വേറെ ഒന്നുമല്ല. നിങ്ങൾ ഇവിടെ ഒരു 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 വോൾട്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് നമുക്ക് ഇതിലെ പാസ് ചെയ്യും. ഇതിലെ പാസ് ചെയ്യുന്ന ഇങ്ങനെ വരച്ച് കാണിക്കാൻ പാടില്ല. കാരണം കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ കറണ്ട് എന്ത് ചെയ്യുന്നില്ല? ഫ്ലോ ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്കറിയാം. കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ ഒന്നും ഫ്ലോ ചെയ്യുന്നില്ല. പിന്നെ കപ്പാസിറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? കപ്പാസിറ്ററിൽ ഒരു സോഴ്സ് ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ 2 സൈഡിലൂടെയും പോയിട്ട് പ്ലേറ്റിൽ വന്ന് അയോൺസ് എന്ന് അറിയണം. അല്ലാതെ കപ്പാസിറ്ററിന്റെ ഉള്ളിലൂടെ ഒരു കറണ്ടും പാസ് ചെയ്ത് പോകുന്നില്ല. അപ്പൊ കപ്പാസിറ്റർ നിങ്ങൾ കണക്ട് ചെയ്ത ഉടനെ 2 സൈഡിൽ നിന്നും കറണ്ട് എന്ത് ചെയ്യും? 2 പ്ലേറ്റിൽ പോയി ഹിറ്റ് ചെയ്യും. അത് വളരെ ഇൻസ്റ്റന്റ് ആണ്, നാനോ സെക്കൻഡിൽ അത് നടക്കും. പക്ഷെ കപ്പാസിറ്റർ 1 വോൾട്ട് 2 വോൾട്ട് 3 വോൾട്ട് എന്ന് പറഞ്ഞ് നമ്മൾ ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്നത് പോലെ, ഒരു കപ്പ് കൊണ്ട് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് നിറയ്ക്കുന്ന പോലെ കപ്പാസിറ്റർ നിറഞ്ഞു വരുമ്പോഴേക്കും മില്ലി സെക്കൻഡ് സമയം എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആര് പുറകിലാ? വോൾട്ടേജ് ലാഗാണ്, പുറകിലാണ്. കറണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലേറ്റിലേക്ക് വരും. അയോൺസ് പ്ലേറ്റിലേക്ക് പെട്ടെന്ന് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ ചേഞ്ച് ഇൻ കറണ്ടിന് എന്താ ചെയ്യാ? കപ്പാസിറ്റർ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ? റെസിസ്റ്റ്
ചേഞ്ച് ഇൻ വോൾട്ടേജ്. ചേഞ്ച് ഇൻ വോൾട്ടേജ്. ഇനി നിങ്ങളെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊടുക്കുന്ന അടുത്ത പ്രശ്നമാണ് ഇതിൻ്റെ ഗ്രാഫ്. അപ്പം ഞാനിവിടെ ഒരു ഇൻഡക്ടറിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണേ. ഇൻഡക്ടറിൻ്റെ ഗ്രാഫ് വരയ്ക്കുന്നതിന് ഞാൻ ഇതിൻ്റെ വോൾട്ടേജ് എന്നും ഇവിടെ കറണ്ട് എന്നും ഞാൻ എഴുതുകയാണ്. വോൾട്ടേജ് ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇതാണ് വോൾട്ടേജിൻ്റെ വേവ് ഫോം. ഓക്കെ. അപ്പം നമ്മൾ നമുക്ക് വീട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് 230 വോൾട്ടാണ്. നമ്മൾ മാക്സിമം ഉപയോഗിക്കുന്ന കറണ്ട് ഒരു 8 ആംപിയർ കറണ്ടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ 230 വോൾട്ട് 8 ആംപിയർ 8ഉം 230ഉം ഒരേ സ്കെയിലിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജ് വരച്ചതിൻ്റെ അത്രയും വലുപ്പത്തിൽ എന്ത് ചെയ്യരുത്, കറണ്ട് വരയ്ക്കരുത്. അപ്പം ഞാൻ ഈ ഒരു ഗ്രാഫ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ പറയണം ഇത് ഇൻഡക്ടർ ആണോ കപ്പാസിറ്റർ ആണോ എന്ന് നിങ്ങൾ പറയണം. നീല കളർ കാണുന്നതാണ് കറണ്ട്. കറണ്ടിനെ ചെറുതാക്കി വരയ്ക്കാനുള്ള കാരണം കറണ്ടിൻ്റെ നമ്പർ എപ്പോഴും ചെറുതായിരിക്കും, വോൾട്ടേജ് എപ്പോഴും വലുതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതും ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പല ടെക്സ്റ്റ് ബുക്കുകളും നല്ല ടെക്സ്റ്റ് ബുക്കുകളിലാണെങ്കിൽ ഇങ്ങനെ തന്നെ വരച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വരച്ചിരിക്കുന്നത് ഇൻഡക്ടർ ആണോ കപ്പാസിറ്റർ ആണോ? ഇവിടെ ആരുടെ മുമ്പിലാണ്? ചിത്രം നോക്കിക്കൊണ്ട് നമ്മൾ പറയും നീല കളർ വരച്ച പ്ലോട്ട് മുമ്പിലാണ്, ചുവപ്പ് കളർ പുറകിലാണ് അല്ലേ? എന്നാൽ അത് തെറ്റാണ്. ഇവിടെ നീല കളർ പുറകിലാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഫോം തുടങ്ങിയതിന് ശേഷമാണ്. തുടങ്ങിയതിന് ശേഷമാണ് നോക്കുക. അതായത് ഈ ഒരു പോയിന്റിൽ ഈ 0th സെക്കൻഡിൽ ഒരു വോൾട്ടേജ് തുടങ്ങിയിട്ടുണ്ട് അല്ലേ? പക്ഷെ അതിൽ നിന്ന് എത്രയോ സമയം കഴിഞ്ഞാണ് ബ്ലൂ കളർ പ്ലോട്ട് തുടങ്ങുന്നതായിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കറണ്ട് ലാഗാണ്, വോൾട്ടേജ് ലീഡാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻഡക്ടർ ആണോ കപ്പാസിറ്റർ ആണോ? ഇൻഡക്ടർ. ഇൻഡക്ടർ ആണ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ കേട്ടോ. യെസ്. ഇനി ഈ ഒരു ചേഞ്ച് വരുന്നത് എങ്ങനെയാണ്? ഇപ്പൊ ഇൻഡക്ടറിൽ നമ്മൾ ഈ ചേഞ്ച് വരുന്നതിന് ഡിലേ വരുന്നൊക്കെ പറഞ്ഞു. ആ ഡിലേ ഒക്കെ നമുക്ക് നമുക്ക് മാത്തമാറ്റിക്കലി എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. യെസ്. അപ്പൊ ഇത്രയും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങൾക്ക് ഇതിന്റെ ബേസിക്സ് ഒക്കെ അറിയാം. ബേസിക്സ് പഠിക്കാനുള്ള ബേസിക്സ് ആയി. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം.